ഈശ്വര, അവിടുത്തെ പണം മോഷ്ടിച്ചോനെ ഈ മഷിയിൽ തെളിയിച്ചു തരണേ. ഓം ശ്രീ ഓം ശ്രീ. എന്റെ ഭഗവതി, എന്തു പറ്റി? കള്ളൻ ആരാണെന്നൊന്ന് വേഗം പറയൂ. അവനെ കയ്യിൽ കിട്ടിയിട്ട് വേണം മുക്കാലി കെട്ടി അടിക്കാൻ. അടിച്ചാലൊന്നും പോരാ, കൊല്ലണം. എന്തായാലും പറയൂ. എനിക്കൊന്നും കാണുന്നില്ല. മഷിയിലൊന്നും തെളിയുന്നുമില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? ഒന്നും കാണുന്നില്ലെന്നോ? എന്നോട് ക്ഷമിക്കണം, എനിക്കിത് പറയാൻ വയ്യ. ഇതിനിവിടേക്ക് വന്ന നമ്മളെ വേണം മുക്കാലി കെട്ടി അടിക്കാൻ. മുമ്പൊക്കെ കഴിവുണ്ടായിരുന്നു, തല്ലും കൂട്ടുമായിട്ടൊക്കെ പോയി. ഈശ്വരകോപം അല്ലാണ്ട് എന്ത് പറയാനാ? അതെ, ഏതായാലും കഷ്ടമായിപ്പോയി. വരട്ടെ. നാരായണന്റെ മഷിനോട്ടത്തിന്റെ പൗറക്ക് എന്നേ പോയില്ലേ? ഗുരുവായ എന്നെ നിന്ദിച്ചവൾക്ക് ഇനി മഷിയിൽ ഒന്നും തെളിയില്ല. കാരണവര് തന്നെ കള്ളനെ കാണിച്ചു തരണം. ക്ഷേത്രമന്ദാരം പോവാന്ന് പറഞ്ഞ കള്ളനെ അല്ല, അവന്റെ തന്റെ വരെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ കള്ളൻ ദേവി സമുഷ്യ സമസ്തവഞ്ചിതഗിരികാശ്. എന്റെ പരദേവതേ, എന്താ? എന്തു പറ്റി? എനിക്കൊന്നും തെളിയുന്നില്ലല്ലോ എന്റെ ഭഗവതി. ആളുകളെ പെണ്ണുകൂടെ തല്ലുപിടി ഉണ്ടായാലും സിദ്ധിയൊക്കെ പടിയിറങ്ങി പോയി കാണും. ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് പോവാം. അല്ല, ഞാൻ എന്നോട് ക്ഷമിക്കണം പ്രസിഡന്റ്. നിങ്ങളോടൊക്കെ ബഹുമാനമായിരുന്നു ഞങ്ങൾക്ക്, പക്ഷെ ഇപ്പൊ പുച്ഛമാണോ തോന്നേ? എന്താ എന്താ സംഭവിച്ചത്? നിന്റെ വയറ്റിൽ പറഞ്ഞത് കള്ളനായി പോയല്ലോ. കഴുതയ്ക്ക് കുതിര പിറക്കില്ലല്ലോ. മോഷണം നടത്തണമെങ്കിൽ ഇങ്ങനെ തന്നെ നടത്തണം. തക്ക സമയത്ത് ബുദ്ധി തോന്നിയ കാരണം അമ്പല കമ്മിറ്റിക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതിനകത്തുള്ള പണം മുഴുവൻ എടുത്തിട്ട് വേണം ഈ പെട്ടി ആരും അറിയാതെ അമ്പലത്തിൽ തന്നെ കൊണ്ടുപോയി വെക്കാൻ. മുഖം തുറക്കടാ, മുഖം മറയ്ക്കാൻ. എന്റെ എല്ലാം നിന്റെ. അത് പറഞ്ഞാ പോരെ? ഒന്നും കാണുന്നില്ല. ഞാനും കാണുന്നില്ല. നീ എന്ത് പണിയാ ചെയ്തത്? നീ പറഞ്ഞ പണി. ഓ, എന്നാ മാറ്റി പണി. എന്റെ ദൈവമേ, അമ്പലത്തിലെ ഭണ്ഡാരാണല്ലോ ഇത്. ഏത് കാട്ടുകാളന്മാരാണ് ഈ പണി ചെയ്തത്?